CPI നേതൃത്വത്തോടെ ഇടഞ്ഞ് നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ CC മുകുന്ദൻ. കോൺഗ്രസ് നേതാവ് ജോസ് വള്ളൂർ വീട്ടിലെത്തി ചർച്ച നടത്തിയ ശേഷമായിരുന്നു പ്രഖ്യാപനം. UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കും. ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പ്രചാരണ രംഗത്ത് പറയുമെന്നും മുകുന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. അതിനു മുമ്പ് മുകുന്ദന്റെ വാക്കുകളിലേക്ക്. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കുമോ? ജയിക്കലല്ല കാര്യം. ജയിക്കുക മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. പല പാർട്ടിക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പിന്തുണ എന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുമായി പ്രചരണം ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ കൂടെ നിന്ന് ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്ത് അവരെ കൂട്ടി വെച്ച് മുന്നോട്ട് പോകും. ലെവിനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഏതായാലും ഒരു വ്യക്തത വന്നിരിക്കുന്നു. മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDFിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും കണക്കുകൂട്ടലുകൾ എന്തൊക്കെ? ആനന്ദ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ നാട്ടികയുടെ MLA ഇടതുപാളയം വിട്ട് UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അല്പസമയങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. അതോടൊപ്പം തന്നെ അരനൂറ്റാണ്ടിലേറെ കാലമായി CPIയുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ CPIയുടെ കറകളഞ്ഞ നേതാവ് എന്നുള്ള നിലയിൽ ജനകീയനായി ഇടപെട്ടിരുന്ന ആൾ അദ്ദേഹം വീണ്ടും നാട്ടികയുടെ ജനപ്രതിനിധിയായി മത്സരിക്കും, അല്ലെങ്കിൽ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിരുന്ന സ്വന്തം പാർട്ടിക്കൊപ്പമല്ല, UDF സ്ഥാനാർത്ഥിയായിട്ടാകും മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരും സംഘവും കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം, കോൺഗ്രസിൻ്റെയും AICCയുടെയും KPCCയുടെയും നിർദ്ദേശപ്രകാരം ഇപ്പോൾ നാട്ടികയിലെ MLA ഓഫീസിൽ ചർച്ച നടത്തുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മുറിയിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ജോസ് വള്ളൂരിനൊപ്പം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ അടക്കമുള്ള നേതാക്കൾ കൂടി ഈ ചർച്ചയിൽ ഭാഗവാക്കാകുന്നു. നാട്ടിക UDFിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് കിട്ടാക്കനിയാണ്. LDFിൻ്റെ വലിയ കോട്ടകളിലൊന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ അത്തരമൊരു മണ്ഡലത്തിൽ UDF പാളയത്തിലേക്ക് ഒരു ഇടത് പക്ഷ നേതാവിനെ എത്തിക്കുന്നതിലൂടെ വലിയ വിജയം, അട്ടിമറി വിജയം നേടാനാകുമെന്ന് തന്നെയാണ് UDF ക്യാമ്പുകളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അവസരം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അതിവേഗത്തിൽ മുകുന്ദനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയുമായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ UDF സ്വതന്ത്രനായി നാട്ടികയിൽ മത്സരിക്കുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ CPI ജില്ലയിൽ 5 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ആ 5 സീറ്റുകളിൽ ഏറ്റവും വലിയ ഉറച്ച കോട്ട എന്ന് കരുതാവുന്ന സീറ്റാണ് നാട്ടികയിൽ കഴിഞ്ഞ 3 തവണയായി അദ്ദേഹം കഴിഞ്ഞ ഒരു തവണയാണ് 2021 അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നതും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 28,000-ൽ പരം വോട്ടുകൾ സമാഹരിക്കുന്നതുമെല്ലാം. അതിനു മുൻപ് 2 വട്ടം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2011-ലും 2016-ലും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ ഗോപിയാണ് ഇത്തവണ വീണ്ടും സ്ഥാനാർത്ഥിയായി CPI നിർദ്ദേശിച്ചത്. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലും തീരുമാനം അംഗീകരിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ CC മുകുന്ദനുമായി സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ധാരണ ഉണ്ടാക്കുകയുമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ നമ്മളോട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സൂചന പങ്കുവച്ചു. അതിന് പിന്നാലെ തന്നെ പാർട്ടി നേതൃത്വത്തിലെ ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തുറന്നു പറഞ്ഞു. ഗീതാ ഗോപി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ചില ആരോപണങ്ങൾ, പേയ്മെന്റ് സീറ്റ് നൽകിയാണ് അവരവിടെ മത്സരിക്കാൻ എത്തുന്നത് അടക്കമുള്ള വിവാദങ്ങൾ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ചർച്ചകൾ സജീവമായി. വീണ്ടും രാവിലെ കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കൾ സംസാരിക്കുകയും ഉച്ചയോടുകൂടി ധാരണയാകുകയും അതിനുശേഷം ഇപ്പോൾ MLA ഓഫീസിലെത്തി അല്പസമയങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരും സംഘവും ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും CPI നേതാക്കൾ, ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ മുകുന്ദനുമായി ശത്രുതാപരമായ നയമല്ല സ്വീകരിക്കുക, സഖാവ് എന്നുള്ള പരിഗണന നൽകി മുകുന്ദൻ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങൾക്കും പരിഹാരം കാണുമെന്ന് ബിനോയ് വിശ്വം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് മണിക്കൂറുകൾ തികയും മുൻപെയാണ് UDFിൻ്റെ പാളയത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത്. ഇതുവരെ നൽകിയ പരിഗണനയും മറ്റും, പാർട്ടി തനിക്ക് നൽകിയ പരിഗണനയും മറ്റും രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. MLA സ്ഥാനം വേണ്ടി വന്നാൽ രാജിവെക്കും, CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നടക്കം പുറത്താക്കുന്നതിന് മുൻപേ രാജിവെക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും പുതിയ ഈ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും മുകുന്ദൻ നാട്ടികയിൽ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം
തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു.